ഹായ്, എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ മുത്തശ്ശി അമ്മേനെ വിളിച്ചിട്ടുള്ള കാര്യങ്ങളും പറയണ്ടല്ലോ. അമ്മേനെ വെച്ചാൽ വേദയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ കമലമ്മ എടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ വന്നിട്ടുണ്ട്. അപ്പോൾ ആരും അമ്മയെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, വേദ വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഫോൺ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് പറ്റിയത്? നിനക്ക് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എന്നെ ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? ഞാൻ സത്യം പറയായിരുന്നല്ലോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ബോധമില്ലാതെ കിടക്കണ ശങ്കരനെ എടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയപ്പോൾ ഫോൺ എടുക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിക്കാത്തത്. ഇത് കേട്ടപ്പോൾ വേദ ആകെ വിഷമിച്ചു പോയിട്ടോ. എന്നിട്ട് കമലമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ അങ്ങനെയൊക്കെ പറയുന്നത് ശങ്കരൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അവനാകെ തളർന്നു പോയി മോളെ. അപ്പോൾ വേദ പറഞ്ഞ, അയ്യോ മുത്തശ്ശി, അവിടെ ചേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യേണ്ടെന്ന് മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ കരുതി ചേട്ടനും അച്ഛനും കൂടി മനഃപൂർവ്വം എന്നെ ഇവിടുന്ന് മാറ്റി നിർത്താനുള്ള പരിപാടി ഒപ്പിക്കുകയെന്ന്. വിക്രത്തിന് നേരെ ഉണ്ടായതൊക്കെ മുത്തശ്ശിക്ക് അറിയാലോ, അതുകൊണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നീ ചെയ്തത് വല്ലാത്ത തെറ്റായി പോയി, വല്ലാത്ത എടുത്തുചാട്ടായി പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദയ്ക്ക് കരച്ചിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ കരഞ്ഞിട്ടാണ് മുകളിലത്തെ മുറിയിലേക്ക് കയറിപ്പോയത്, എനിക്ക് അവൻ്റെ മുഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല, ഒരിക്കലും അവനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. അപ്പോഴേക്കും വേദ കരഞ്ഞു തുടങ്ങി. മുത്തശ്ശി ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നത്, നീ എത്രയും പെട്ടെന്ന് വരണം, അവൻ്റെ കാല് പിടിച്ചിട്ട് അതിലും മാപ്പ് പറയണം, അവൻ്റെ മനസ്സ് അത്രയും ഒരുക്കിയിട്ടുണ്ട് വേദ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയും, ഞാൻ ഫോൺ വെക്കാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തു. വേദ നല്ല കരച്ചിലാണ്. അപ്പോൾ വേദ കരയണ കണ്ടപ്പോൾ കമലമ്മ വന്നിട്ട് അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്ത് പറ്റി മോളെ, നീ എന്ത് അബദ്ധമായി കാണിച്ചേ? അത് അമ്മേ, സാധാരണ മുത്തശ്ശി അമ്മയൊക്കെ വിളിക്കാറുള്ളതാ, അവർ വിളിക്കാതിരുന്നപ്പോൾ ഞാൻ കരുതി. അപ്പോൾ കമലമ്മ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഇങ്ങനെയൊക്കെ നാടകം കളിക്കും മോളെ, അത് ഓർക്കാനുള്ള ബുദ്ധിയും കൂടി ഇല്ലാത്തവളാണോ നീ? എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അതെങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്കുക. ഞാൻ ചെയ്യുന്ന അച്ഛനോട് മാപ്പ് പറയാം അമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയേണ്ടത്, അത് വേണം, തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള മനസ്സ് നമുക്ക് വേണം. എന്നിട്ട് കമലമ്മ വേദയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോള് ചെല്ല്, എന്നിട്ട് അച്ഛനോട് ഇപ്പോൾ തന്നെ പോയി മാപ്പ് പറ. എന്നിട്ട് വേദ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ശ്രീകാന്തും വർഷയും കൂടിയിട്ട് ന്യായീകരിക്കാൻ നോക്കുകയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, വിക്രമനെ ഒന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അച്ഛൻ അറിയാണ്ടാണല്ലോ ശ്രീകാന്തിൻ്റെ പല പ്ലാൻസും. അപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ ഇത് എത്രയ്ക്കോ പറഞ്ഞിട്ടൊന്നും പറയണില്ലല്ലോ, അച്ഛൻ എപ്പോഴും വിചാരിക്കുന്നത് വിക്രമനെ ഞാൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണോ? അതൊക്കെ ആ ശ്രീനിവാസൻ തെറ്റിദ്ധരിപ്പിച്ചതാ കൂട്ടത്തിൽ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, കൂട്ടത്തിൽ അയാൾ എൻ്റെ അച്ഛനും കൂടി ചേർത്തുല്ലോ, എനിക്ക് അതാ സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷയുടെ അച്ഛൻ വേദയ്ക്ക് അനിയനൊന്നല്ലല്ലോ, സ്വന്തം അമ്മാവനല്ലേ, അങ്കിളിത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനിത് അങ്കിളിനോട് സൂചിപ്പിച്ചു, അങ്കിളിന് വലിയ വിഷമമുണ്ട്. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനത് അങ്കിളിനോട് നേരിട്ട് ചോദിക്കാമായിരുന്നല്ലോ എന്നാണ് അങ്കിൾ ചോദിച്ചത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ, അച്ഛൻ ഇങ്ങനെ വല്ലാതെ ഉള്ളിൽ വെച്ച് നടന്നിട്ടാ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ പറയണത് വിക്രമിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് അവൻ്റെ ശത്രുക്കളാണെന്നാണോ? അച്ഛനിപ്പോൾ അതിൽ സംശയമാണോ? അവൻ എത്ര കേസിൽ പ്രതിയാണെന്നുള്ളത് അച്ഛനൊന്ന് ഓർത്തൂടെ? ഒന്ന് നേരിട്ട് കിട്ടി കഴിഞ്ഞാൽ കണക്ക് തീർക്കാൻ പാകത്തിന് എത്ര പേരോ കാത്തു നിൽക്കുന്നുണ്ടച്ചാ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, വേറെ ആരുടെ ഒപ്പമായിരുന്നെങ്കിലും ഞാൻ വേദന സപ്പോർട്ട് ചെയ്ത് തന്നെ, ഇത് ഏത് നിമിഷവും തീർന്നു പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അവൾ എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നേ? നാളെ ഒരു കുഞ്ഞുണ്ടായാൽ അത് അച്ഛനിലേന്ന് വളരണം എന്നാണോ? അങ്ങനെ സംഭവിക്കരുതെന്ന് ഞങ്ങളുടെയും പ്രാർത്ഥന, അതാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അവനെ പറ്റിയ അപകടം അവളും ശ്രീനിവാസനും അവനും കൂടിയിട്ട് നൈസായിട്ട് നമ്മുടെ തലയിൽ വെച്ച് കേട്ടാൽ നോക്കുകയാണ് അച്ഛാ. അങ്ങനെയാകുമ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണതിന് മുന്നേ പിന്നിൽ അവൾക്ക് എന്തെങ്കിലും ഉദ്ദേശമില്ലാതിരിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്താ സംശയം, നാളെ അവൾ അച്ഛനെതിരെ കേസ് കൊടുക്കും, നോക്കിക്കോ. രണ്ടുപേരും കൂടി നന്നായി ബ്രെയിൻ വാഷ് ചെയ്യാണ് കേട്ടോ അച്ഛനെ. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് നമ്മുടെ വേദ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയേണ്ട അച്ഛനോട്, അവളുടെ ഭർത്താവിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും നാളെ അച്ഛൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ശ്രീനിവാസൻ്റെ കോളൊക്കെ അന്ന് തെളിവായിരിക്കും. അടുത്ത നടപടി സമ്പത്തിൻ്റെ അവകാശം ക്ലെയിം ചെയ്യലായിരിക്കും. പറയുമ്പോൾ വലിയ മാന്യതയൊക്കെയാണ്, അധ്യാപകൻ്റെ കുടുംബമാണെന്നൊക്കെ പറയാം, പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ സംഗതി മാറും, അച്ഛൻ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത്. അപ്പോൾ ദീപ്തി പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ വേദ നടന്നു വരുന്നത് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾ നോക്കിയേക്കണ്ട്. എന്നിട്ട് അമ്മ ഇതേ ചേച്ചി എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇതൊന്നും അറിയാണ്ട് മുകളിൽ ഇരുന്നിട്ട് അച്ഛൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് ശ്രീകാന്തും വർഷയും കൂടിയിട്ട് ഇങ്ങനെ പ്രേം വാഷ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വർഷ പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് വേദം അങ്ങനെ മാറിപ്പോയില്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കൊരു അത്ഭുതമില്ല, നിങ്ങളൊക്കെയാണല്ലോ അവൾ മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. ഇന്നിപ്പോൾ ആശുപത്രിയിൽ വന്നിട്ടുള്ള അവളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്നെ അച്ഛനും ബോധ്യം ചെയ്തല്ലേ, വയ്യാതെ കിടക്കുക എന്നുള്ളൊരു പരിഗണനയെങ്കിലും അവൾക്കുണ്ടായിരുന്നു വെച്ചാൽ. അപ്പോൾ അച്ഛൻ എന്തൊക്കെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ദീപ്തി കോണി കയറി വന്നിട്ട് പറയുന്നത്, അച്ഛാ അതേ ചേച്ചി വന്നു എന്നിട്ടാ. പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ മുഖം മാറി. അച്ഛൻ അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വേദയുടെ സകല ഫോട്ടോയും പറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. പിന്നാലെ ശ്രീകാന്തും വർഷയും ഓടി വരുന്നുണ്ട്.
എന്നിട്ട് ഓടി ഉമ്മറത്ത് ഇങ്ങനെ വന്നു നിന്നു. പെട്ടെന്ന് നമ്മുടെ വേദ്യം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയിട്ടുണ്ട്. വേദ സങ്കടത്തിൽ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിൽക്കുകയാണ്. അപ്പം അച്ഛനൊന്നും മിണ്ടാണ്ട് ഈ കൊടുന്ന ഫോട്ടോസൊക്കെ വേദന മുഖത്തൊക്കെ എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു കേട്ടോ. വേദ അങ്ങനെ ഞെട്ടിയിട്ട് നോക്കുമ്പോൾ ഫോട്ടോ നമ്മുടെ വേദി അച്ഛനും കൂടി നിൽക്കണ ഫോട്ടോസ്. അവിടേക്ക് എല്ലാവരും ഉമ്മറത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ആരും ഒന്നും മിണ്ടണില്ല. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് പറയുന്നുണ്ട്, മോനെ ശങ്കര അരുതടാ, നീ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയണ്ട, അമ്മ ഇനി ഒരക്ഷരം മിണ്ടരുത്. അപ്പോൾ അമ്മ വന്നിട്ട് ശങ്കരേട്ടാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അമ്മോട് പറയുന്നുണ്ട്, പത്മം ഈ വീട്ടിലിപ്പോൾ ഒരു ശുദ്ധി കലശം നടക്കുക. ഈ വീടിന് നമ്മളെ ഉപേക്ഷിച്ച് പോയവരാരും ഇനി ഈ വീട്ടിലേക്ക് വരേണ്ടതില്ല. അപ്പോൾ ശങ്കരാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയോടും കൂടിയാണ്, പത്മത്തിന് കേൾക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറയേണ്ട അച്ഛൻ. ഇറങ്ങിപ്പോയവരോടെല്ലാം ആ വഴിക്ക് തന്നെ പോയിക്കോളാൻ പറഞ്ഞേക്കണം. അവസാന ശ്വാസവും തീർന്നെന്ന് ഉറപ്പായ പൊതുദർശനത്തിന് വെക്കും. അന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു നോക്ക് കണ്ട് പോയിക്കോളാൻ പറഞ്ഞേക്ക് ശ്രീകാന്തേ. അപ്പോൾ അമ്മ ചോദിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ശങ്കര, അവൾക്കൊരു തെറ്റ് പറ്റിയത് നേരിട്ട് പറയാനാണ് വന്നെങ്കിലോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട. ശങ്കരനാരായണൻ ഇന്ന് വരെ ആരുടെ മുമ്പിൽ അഭിനയിച്ചിട്ടില്ല, നാടകം കളിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ചെയ്തു എന്ന് ആരോപിക്കുന്നവർക്ക് ശങ്കരനാരായണൻ്റെ വീട്ടിൽ മാത്രമല്ല മനസ്സിലും സ്ഥാനമില്ല. അത് ഭാര്യയായാലും അമ്മയായാലും എന്ന് പറഞ്ഞിട്ട് വേദന മുഖത്തൊക്കെ ഒരു അക്ഷരം സംസാരിക്കണില്ല അച്ഛൻ. എന്നിട്ട് വേദനയിൽ നിന്ന് നോക്കിയിട്ട് മിണ്ടാണ്ട് അകത്ത് കയറിപ്പോയി. അപ്പോൾ വേദന നിന്ന് ഇങ്ങനെ കരയണം കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വേദേ നീ ആശുപത്രിയിൽ വന്നിട്ട് പറഞ്ഞത് എന്താണ് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? അതൊക്കെ പൊറുക്കാൻ അച്ഛന് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മക്കളിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിച്ച് നിന്നെ ആയിരുന്നില്ലേ? അച്ഛൻ്റെ സ്വപ്നങ്ങളൊക്കെ നിന്നെ ചുറ്റിപ്പറ്റിയായിരുന്നില്ലേ? അത് തോന്നിക്കാതെ നീ പെരുമാറിയത് പൊറുക്കാനും മറക്കാനും തയ്യാറായതാണ് നമ്മുടെ അച്ഛൻ. ആശുപത്രിയിലെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും നിന്റെ പേര് മാത്രം ഉച്ചരിച്ച ആൾ, ആ ആളിൻ്റെ മുഖത്ത് നോക്കിയാ നീ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അപ്പോൾ വർഷം ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ്റെ പെരുമാറ്റത്തോടെ രീതികളോട് മക്കൾക്ക് ദേഷ്യവും സങ്കടമൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നീ ആശുപത്രിയിൽ വെച്ച് പെരുമാറിയത് അച്ഛനോട് എന്ത് വെറുപ്പുള്ള പോലെയാ വേദ, അതയാൾക്ക് സഹിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വർഷേ മതി, ഇനി വിചാരണയൊന്നും വേണ്ട. ഓ ഞാൻ വന്നു കയറി വേണമാണല്ലോ അല്ലേ മുത്തശ്ശി ചോദിക്കണ്ടിട്ട് വർഷ. അപ്പം മുത്തശ്ശി പറയുന്നത്, അങ്ങനെ ആരും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. പെട്ടെന്ന് ശ്രീകാന്തും ദീപ്തിയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒളിച്ചു വെച്ച് പെരുമാറല്ലോ ചെയ്തത്, നേരിട്ട് പ്രകടിപ്പിക്കുകയല്ലേ. നേരിട്ട് സ്നേഹം കാണിച്ചിട്ട് പുറകുന്ന കുത്തണ രീതിയിൽ നമ്മൾ കാണിച്ചില്ലല്ലോ. എൻ്റെ മുത്തശ്ശി വേദന എടുത്ത് പറയുന്നുണ്ട്, മോളെ അകത്തേക്ക് കയറി വാ, മുത്തശ്ശി അങ്ങനോട് സംസാരിക്കാം. അപ്പോൾ വർഷ മുത്തശ്ശി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് തടയണുണ്ട്. മുത്തശ്ശി വേഗം ഇവളെ കൊണ്ടു ചെല്ലേ, ഒന്നുമല്ലാത്തൊരു തിരിവ് കൊണ്ടയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനെ തള്ളി പറഞ്ഞല്ലോ, അതിനുള്ള മാപ്പപേക്ഷ അച്ഛൻ കേൾക്കുമെന്ന് നോക്ക്. അപ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട് വേദന എടുത്ത്, ചേച്ചി ഞാനല്ലേ ചേച്ചീനെ ആദ്യം കാര്യം വിളിച്ചു പറഞ്ഞത്, ഞാൻ നുണയാണ് പറയണത് ചേച്ചിക്ക് വിശ്വസിക്കാൻ തോന്നിയോ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എല്ലാം നീ ഒരു ഇട്ടെറിഞ്ഞ് പോയപ്പോഴും ഒരു ദിവസം അച്ഛൻ്റെ മുന്നിൽ നീ ചെയ്ത് ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാണ്ടായല്ലോ മോളെ. അപ്പോൾ വേദ പറയേണ്ട, അമ്മേ ഇപ്പോഴും ആ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഓടി വന്നത് എന്തിനാണമ്മേ? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. വായിൽ തോന്നിയത് പറഞ്ഞതിന് ശേഷം സോറി എന്ന വാക്ക് പൊക്കി പിടിച്ച് വരുന്നതിനല്ല. അപ്പോൾ ദീപ്തി പറയേണ്ടത്, ശരിയാ വേദേജി, ഇത്രയും നാൾ അച്ഛൻ നിങ്ങൾ തള്ളി പറഞ്ഞപ്പോഴൊക്കെ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി അതുണ്ടാവാൻ പോണില്ല. എനിക്ക് കൂടെപ്പിറപ്പായിട്ട് ഒരാളെ ഉള്ളൂ എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനെ നോക്കിയിട്ട്. അപ്പോൾ വേദ കരഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, അത്രത്തോളം വെറുക്കപ്പെട്ടവളായോ മോളെ ഞാൻ? അപ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരാളോട് ഇങ്ങനെയല്ലാതെ ഞങ്ങൾ എങ്ങനെ പെരുമാറണമെന്നാ? അപ്പോൾ മുത്തശ്ശി മോളെ ദീപ്തി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശി മിണ്ടരുത്. അച്ഛൻ ആശുപത്രി കൊണ്ടുപോയപ്പോൾ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് ചേച്ചീനെയായിരുന്നു. കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിയെത്താൻ ചേച്ചി ഉണ്ടാവും എന്നുള്ള വിശ്വാസമായിരുന്നു അതിന് കാരണം. പക്ഷേ ഇന്നത്തോടെ ചേച്ചി ആ വിശ്വാസം ഇല്ലാതാക്കിയത്. അപ്പോൾ വേദ പറയേണ്ടത്, ദീപ്തി ഈ കുടുംബത്തിലെല്ലാവരും എന്നെ തള്ളി പറഞ്ഞാലും ഞാൻ ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകൾ തന്നെയാണ്. ഞാൻ ചേച്ചിയല്ലെന്ന് നീ എത്ര തവണ എന്നെ ആട്ടിയാലും ഞാൻ നിൻ്റെ ചേച്ചി തന്നെയായിരിക്കും. ശരിയാണ്, ഞാൻ ആശുപത്രിയിൽ വെച്ച് അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിച്ചു. പക്ഷെ അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു തവണയെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വിക്രമിന് നേരെ എന്തൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നെന്നും അതിന് പിന്നിൽ ആരാന്നൊക്കെ ഞാൻ ഈ മുറ്റത്ത് തന്നെ വിളിച്ചു പറയണു ശ്രീകാന്തേട്ടാ എന്ന് ചോദിച്ചിട്ട് ശ്രീൻ്റെ ഒരു നോട്ടം നോക്കിയിട്ടോ. അപ്പോൾ ശ്രീകാന്ത് വർഷയും തമ്മിലൊന്ന് നോക്കണുണ്ട്. ഞാൻ കരുതിയത് പോലെയല്ല സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ നേരിട്ട് വന്ന് മാപ്പ് പറയണമെന്ന് തോന്നി. അതല്ലേ ശരിക്കും വേണ്ടത് ദീപ്തി? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, മതി നിർത്ത്, നീ സങ്കല്പിച്ചുണ്ടാക്കുന്നതോ അത് നിൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നിനക്ക് ഓതി തരണതോ? എന്തായാലും ഇത്തരം വിഡ്ഢിക്കഥകളുമായിട്ട് നീ മേലെ ഈ പടി കടന്നു പോരുത്. അകത്തേക്ക് പോണതിന് മുന്നേ അച്ഛൻ പറഞ്ഞു പോയത് നീ കേട്ടല്ലോ, ഇനി അദ്ദേഹം പറഞ്ഞ പോലെ അനുസരിക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. അപ്പം മുത്തശ്ശി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തേ അച്ഛൻ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് അത് നടപ്പിലാക്കാൻ നിന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ.
അവളിവിടെ വന്നത് ശങ്കരനെ കണ്ട് മാപ്പ് പറയാനാണെങ്കിൽ അത് നടന്നിരിക്കും. ആരെതിർത്താലും അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഇത് വേദന കൈ ഇങ്ങനെ പിടിച്ചിട്ടു. അപ്പോൾ വേദ ബലം പിടിച്ചു. അപ്പോൾ മുത്തശ്ശി ഒന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ വേദ കരഞ്ഞിട്ട് മുത്തശ്ശിയുടെ കൈ പിടുത്തം പിടിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി, ഞാൻ അച്ഛനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് അച്ഛനൊരിക്കൽ മനസ്സിലാക്കും. അന്ന് എൻ്റെ മാപ്പപേക്ഷ അച്ഛൻ സ്വീകരിക്കും. എനിക്കത് ഉറപ്പുണ്ട്. ഇപ്പോൾ അച്ഛനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ അച്ഛനെ എങ്ങനെ ചിന്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പം അച്ഛനല്ല എന്ന് പറഞ്ഞിട്ട് വർഷേനെയും ശ്രീകാന്തിനെയും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ എടി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. വരട്ടെ മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് വേദ തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി അമ്മയും വിളിക്കുന്നുണ്ട് വേദന മോളെ. വേദ അങ്ങനെ കരഞ്ഞ് തിരിഞ്ഞ് നടന്നു. മറ്റുള്ളവർ 3 പേരും അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി. ഈ മുത്തശ്ശി മാത്രം വേദ പോകണത് നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. വേദ ഗേറ്റ് വരെ എത്തിയിട്ടൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ പടി കടന്ന് പോയി. രാത്രി വേദ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമലമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ സമാധാനിക്കും മോളെ, അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ സംസാരിച്ചെന്നേ ഉള്ളൂ. രക്തത്തിന് രക്തത്തെ ഉപേക്ഷിക്കാൻ കഴിയുമോ? നീ ധൈര്യമായിട്ടിരിക്കേ. അപ്പോൾ വേദമൊന്നും മിണ്ടാതെ അങ്ങനെ കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കമലമ്മ പറയേണ്ടത്, എനിക്ക് തോന്നണത് ഞാൻ നിന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ച് തെറ്റായി പോയിന്നാ. 1-2 ദിവസം കഴിഞ്ഞായിരുന്നെങ്കിൽ ശങ്കരനാരായണ സാറിൻ്റെ ദേഷ്യം ഒന്ന് കുറഞ്ഞേനെ. എന്നിട്ട് പോയി കണ്ട് സംസാരിച്ചാൽ മതിയായിരുന്നു. ഇല്ല അമ്മേ, അച്ഛൻ ആ ഫോട്ടോസ് മുഴുവൻ എൻ്റെ മുഖത്തേക്കാണ് വലിച്ചെറിഞ്ഞത്. അത് മുഴുവൻ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ പല പ്രായത്തിലുള്ള ഫോട്ടോസായിരുന്നു. ഒരുപക്ഷെ ആ ഫോട്ടോസ് കാണുമ്പോൾ ആ കാലം കൂടി എൻ്റെ അച്ഛൻ ഓർമ്മ വരുമായിരിക്കും. ആ ഓർമ്മകൾ പോലും അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ കമലമ്മ ചോദിക്കുന്നുണ്ട്, ദേഷ്യം വരുമ്പോൾ ആൾക്കാർ പെരുമാറുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ മോളെ? ഓരോക്കിന് തോന്നിയത് ചെയ്യും. അങ്ങനെ ചെയ്തതിനെ കുറിച്ച് ഓർത്ത് പിന്നീട് സങ്കടപ്പെടുകയും ചെയ്യും. ഈ കാര്യത്തിൽ മോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. എൻ്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്കും കൂടി സങ്കടം വരിക. വേഗം കണ്ണീരൊക്കെ തുടച്ചു കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ വിക്രു വന്നിരിക്കുന്നത്. എന്നിട്ട് വിക്രു ചോദിക്കുന്നത്, ആഹാ, സാധാരണ പതിവില്ലാത്ത സീനാണല്ലോ, ഏതാളും കരയോ, എന്തു പറ്റി? അപ്പോൾ കമലമ്മ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, പറ്റിയത് മുഴുവൻ നീ കാരണം തന്നെയാണ്. അപ്പോൾ വിക്രു, ഞാനോ? എന്താ സംശയം? വലിയ വീട്ടിൽ നല്ല അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു കുട്ടിയെ പിടിച്ച് താലി കെട്ടി ഈ അവസ്ഥയിലാക്കിയത് നീ തന്നെയാണ്. വിക്രു പറയണ്ട, അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞല്ലോ, ഇവള് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതൊക്കെ പോട്ടെ, ഇപ്പം കരയാനതിൻ്റെ കാരണം എന്താ വേദാളമേ? അപ്പം അമ്മ പറയുന്നുണ്ട്, വേദ അവളുടെ അച്ഛൻ്റെ അടുക്കിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രു ചോദിക്കുന്നു, ഓ, ജഡ്ജി സാറിൻ്റെ വീട്ടിലേക്കോ? അത് നന്നായി, അല്ലെങ്കിൽ ആശുപത്രിയിൽ വെച്ചേ ഇവളൽപ്പം ഓവറായിരുന്നു. അപ്പോൾ കമല പറയണ, അതിന് മാപ്പ് പറയാനാ പാവം പോയത്. പക്ഷേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രു ചോദിക്കുന്നത്, എന്ത് പറ്റി, മാപ്പ് തന്നില്ലേ, അതോ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കിയോ? അപ്പം അമ്മ ദേഷ്യത്തിന്, ഷോ വിക്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിലേ ഈ കുട്ടി തകർന്നിരിക്കുക, ഈ നിൻ്റെ കൂടെ പരിഹാസം വേണ്ട. അപ്പോൾ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രു. അപ്പം അമ്മ പറയുന്നുണ്ട്, വേദ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രുവിന്. കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം അമ്മ പറയുന്നുണ്ട്, ഞാൻ നിർബന്ധിച്ചിട്ടാണ് വേദ ഇന്ന് തന്നെ പോയത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നണത്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സീനോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പവിത്രം അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബായ്.